ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആണ് കേട്ടോ ഇത്. ഈ ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഇതുപോലൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. തക്കാളി ഒന്ന് നന്നായി വെന്തുടയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി വഴറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലും കൂടെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം 3 വിസിൽ വെച്ച് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി നിങ്ങൾക്ക് ഇടാവുന്നതാണ്. വളരെ എളുപ്പത്തിലും പെട്ടെന്ന് നമുക്ക് ഗ്രീൻ പീസ് കറി തയ്യാറാക്കാവുന്നതാണ്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.